മലപ്പുറം ജില്ലയിലെ ചെറിയൊരു ഗ്രാമം. അവിടെ ഒരു പ്രശ്നമുണ്ടായി. അവിടെ ഒരു പള്ളിയുണ്ട്, ഓടിട്ട പള്ളിയാണ്. പള്ളിയുടെ അടുത്ത് താമസിക്കുന്നത് ഒരു ഹിന്ദു കുടുംബവും അവരുടെ പറമ്പൊക്കെയാണ്. നന്നായിട്ട് തേങ്ങ വിളയുന്ന ഒരുപാട് തെങ്ങുകളുണ്ട്. അതിൽ ഒരു തെങ്ങ് കൃത്യമായി അതിൻ്റെ തേങ്ങ വന്ന് വീഴുന്നത് ഈ പള്ളിക്ക് മുകളിലാണ്. ഒരുപാട് ഓടുകൾ പൊട്ടിപ്പോകുന്നുണ്ട്. പള്ളി കമ്മിറ്റിക്കാർ വന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ, ആ തെങ്ങൊന്ന് മുറിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു. അമ്മക്ക് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുടെ ഒരു മകന് കാര്യമായിട്ട് വാശിയായിരുന്നു. അങ്ങനെ തെങ്ങ് മുറിച്ചില്ല. ആ നാട്ടിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. പ്രശ്നപരിഹാരത്തിനായി അവരെല്ലാവരും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി. പ്രശ്നങ്ങളൊക്കെ കേട്ട് അദ്ദേഹം പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ റൂമിൻ്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ നിന്ന് കുറച്ച് നോട്ടുകെട്ടുകൾ എടുത്തിട്ട് ആ പ്രസിഡന്റിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് തങ്ങൾ പറഞ്ഞു, പള്ളി പൊളിക്കണം. പ്രശ്നപരിഹാരമായിരുന്നു അത്. പള്ളി പൊളിക്കണം, പള്ളി ഓട് പൊളിച്ചിട്ട് വാർപ്പാക്കി മാറ്റണം. അവർ അതും സ്വീകരിച്ച് നാട്ടിലേക്ക് വന്നു. ഈ വിഷയം ആ അമ്മയും മകനും എല്ലാവരും അറിഞ്ഞു. എല്ലാവർക്കും ഭയങ്കര വിഷമായി. രാത്രിക്ക് രാത്രി ഓട്ടോ പിടിച്ചിട്ട് ആ അമ്മയും മകനും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി. തങ്ങളെ, പള്ളി പൊളിക്കണ്ട, ഞങ്ങൾ തെങ്ങ് മുറിച്ചോളാം. ആ സ്വതസിദ്ധമായ പുഞ്ചിരിയിൽ ആ വലിയ മനുഷ്യൻ അവരോട് മറുപടി പറഞ്ഞു, അമ്മേ, തെങ്ങ് ഒരു കൽപ്പവൃക്ഷമല്ലേ, അത് മുറിക്കണ്ട, അവർ പള്ളി പൊളിച്ച് വാർപ്പാക്കിക്കൊള്ളും.